Ramadan Majlis. Ramadan Majlis. Cleanse your soul with Radio Malayalam 98.6 FM. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നത്തെ റമളാൻ മജ്ലിസിൽ പാപമോചനത്തിൻ്റെ കർമ്മപുസ്തകത്തിൻ്റെ ശുദ്ധീകരണം എന്ന വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് സലീല മജീദ്. പ്രപഞ്ചത്തിൻ്റെ നാഥൻ വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു: ഓ പ്രവാചകരെ, പറഞ്ഞുകൊടുക്കുക, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരായ എൻ്റെ ദാസന്മാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശരാവരുത്. നിശ്ചയം അള്ളാഹു സകല പാപങ്ങൾക്കും മാപ്പേകുന്നവനത്രേ. അവൻ ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. തെറ്റ് ചെയ്യാനുള്ള പ്രേരണ മനുഷ്യ സഹജമാണ്. പാപം ചെയ്യാത്തവരായി മനുഷ്യരിൽ ആരും തന്നെയില്ല. ഒന്നുകിൽ ചെറുത്, അല്ലെങ്കിൽ വലുത്. ചിലപ്പോൾ സ്വന്തത്തോടും സ്വന്തക്കാരോടും, മറ്റു ചിലപ്പോൾ അന്യരോടും അപരിചിതരോടും, ഒരിക്കൽ രഹസ്യമായി, മറ്റൊരിക്കൽ പരസ്യമായി. ഇതൊന്നും ആരും കാണുന്നില്ലെന്നോ നിരീക്ഷിക്കപ്പെടുന്നില്ലെന്നോ ചോദ്യം ചെയ്യപ്പെടുകയില്ലെന്നോ കരുതാൻ യാതൊരു ന്യായവുമില്ല. 4 തരം സംവിധാനങ്ങൾ അതിനായി ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് റബ്ബിന്റെ നേർക്കുനേരെയുള്ള നിരീക്ഷണമാണ്. രണ്ടാമത്തേത് മലക്കുകളുടെ രേഖപ്പെടുത്തലാണ്. ഖുർആൻ പറയുന്നതായി നമുക്ക് കാണാം: 2 എഴുത്തുകാർ അവന്റെ ഇടത്തും വലത്തും ഇരുന്ന് സകല സംഗതികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഒരു വാക്കുപോലും ഉച്ചരിക്കുന്നില്ല, അത് തിട്ടപ്പെടുത്താൻ നിയുക്തനായ നിരീക്ഷകന്റെ സാന്നിധ്യത്തിലല്ലാതെ. മൂന്നാമത്തേത് സ്വന്തം ശരീരത്തിൻ്റെ സാക്ഷ്യമാണ്. കൈകാലുകളും കണ്ണുകളും ചെവികളും നാവുകളും ശരീരത്തിലെ തൊലികൾ പോലും അവയുപയോഗിച്ച് ചെയ്ത മുഴുവൻ സംഭവങ്ങൾക്കും സാക്ഷികളായിരിക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു എന്ന് നാം ഓർക്കേണ്ടതാണ്. മനുഷ്യൻ ചെയ്ത ദുഷിച്ച കർമ്മങ്ങളെ അവൻ്റെ നാവ് തന്നെ വിളിച്ചു പറയുന്ന ദിവസമാണത്. നിങ്ങളും എനിക്കെതിരെ സാക്ഷി പറയുന്നുവോ എന്നവൻ സങ്കടത്തോടെ തൻ്റെ അവയവങ്ങളോട് ചോദിക്കും. നാലാമത്തേത് സാക്ഷാൽ ഭൂമി നമുക്ക് വേണ്ടി നടത്തുന്ന സംസാരമാണ്. എന്തുകൊണ്ടെന്നാൽ നിന്റെ നാഥൻ അതിനോട് അങ്ങനെ ചെയ്യാനാണ് കൽപ്പിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിലുണർന്ന വിചാരങ്ങളും ഗുപ്ത ലക്ഷ്യങ്ങളും അവൻ്റെ കർമ്മങ്ങളുടെ എല്ലാം പ്രേരകമായിരുന്ന ഉദ്ദേശ്യങ്ങളും എല്ലാം വെളിപ്പെടുത്തി അവൻ്റെ മുന്നിൽ ഒരു സിനിമ പോലെ തെളിയും അന്നേ ദിവസം. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിനെ സംബന്ധിച്ചും ഉത്തരം ബോധിപ്പിക്കേണ്ടതുണ്ടെന്നും മനസ്സിലാക്കി മുന്നോട്ടു പോകണം. ജീവിതത്തെ ഗൗരവത്തിൽ കണ്ട് പരലോക വിജയം ലക്ഷ്യമാക്കി സംഭവിച്ച തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും സംഭവിച്ച തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്ത് ജീവിതത്തെ ക്രമീകരിച്ചവർ രക്ഷപ്പെടുകയും അല്ലാത്തവർ പരാജയപ്പെടുകയും ചെയ്യും. കർമ്മപുസ്തകം മുമ്പിൽ വെക്കപ്പെടുമ്പോൾ പരിഭ്രാന്തരാകാതിരിക്കാൻ നാം പ്രയോജനപ്പെടുത്തേണ്ട ഏറ്റവും അനുയോജ്യമായ സന്ദർഭമാണ് പരിശുദ്ധ റമളാൻ. എത്ര കടുത്ത പാപങ്ങളും റബ്ബിനോട് ഏറ്റുപറയാം. അവൻ ഏറെ പൊറുക്കുന്നവനാണ്. പുറത്തു കൊടുക്കുന്നവൻ എന്നത് അള്ളാഹുവിൻ്റെ ഒരു വിശിഷ്ട ഗുണമാണല്ലോ. മനുഷ്യനെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വന്ന് ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞിരുന്നു: ഞാൻ വ്യഭിചരിച്ചു പോയി, അതിലൂടെ ഞാൻ ഗർഭിണിയായി. കുഞ്ഞ് ജനിച്ചപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ കൊന്നുകളയുകയും ചെയ്തു. എനിക്ക് തൗബയുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കോപത്തോടെ: അന്തസ്സും അഭിമാനവും നഷ്ടപ്പെടുത്തിയവളെ, നിനക്ക് തൗബയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആട്ടിയോടിച്ചു. പ്രയാസത്തോടെ അവർ അവിടുന്ന് പോയി. പിറ്റേ ദിവസം സുബ്ഹ് നമസ്കാരത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ഇക്കാര്യങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരുത്തി. എന്നിട്ട് ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ എന്ന ആയത്ത് ഓതിക്കേൽപ്പിച്ചു. പശ്ചാത്താപിക്കുകയും സത്യവിശ്വാസം കൈക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തവനൊഴിച്ച് അത്തരം ജനത്തിൻ്റെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കുന്നതാകുന്നു. അവൻ ഏറെ മാപ്പരുളുന്നവനും ദയാപരനുമല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത് കേട്ട ഉടനെ ആ സ്ത്രീയെ അന്വേഷിച്ച് ഈ സുവാർത്ത അറിയിച്ചു. മറ്റൊരു സന്ദർഭത്തിൽ ഇങ്ങനെ കാണാം: സിറിയക്കാരനായ ഒരു പ്രമുഖൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്ഥിരമായി സന്ദർശിക്കാറുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തെ കാണാതായി.
ഉമർ റളിയല്ലാഹു അൻഹു ആളെ വിട്ട് അന്വേഷിച്ചു. അദ്ദേഹം ഒരു മുഴുകുടിയനായി മാറിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്തയച്ചു. സുബോധം വരുമ്പോൾ വായിക്കാൻ ഏൽപ്പിച്ചു. പാപം പൊറുക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമായ റബ്ബിനെ സൂക്ഷിക്കുക എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ഈ അഭിസംബോധന ആ മനുഷ്യനിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കിയത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാനാവും. ഹൃദയം തുരുമ്പ് പിടിക്കാറുള്ളത് 2 കാരണങ്ങൾ കൊണ്ടാണ്: അശ്രദ്ധയും പാപങ്ങളും. 2 കാര്യങ്ങൾ കൊണ്ട് അതിനെ വൃത്തിയാക്കാനും സാധിക്കും. ഇസ്തിഗ്ഫാറും ദിക്റും ആണത്. ഇസ്തിഗ്ഫാർ അഥവാ പാപമോചന പ്രാർത്ഥന, ദിക്ർ അഥവാ ദൈവസ്മരണ. അശ്രദ്ധ അധികമായാൽ തുരുമ്പ് അവന്റെ ഹൃദയത്തിൽ കട്ടിപിടിക്കും. കാരണം തുരുമ്പിന്റെ ആധിക്യം ഹൃദയത്തെ അന്ധമാക്കുന്നു. പിന്നെ യാഥാർത്ഥ്യങ്ങളെ വേർതിരിച്ച് അറിയാനാവില്ല. സുലൈമാൻ പ്രവാചകനെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് പശ്ചാത്താപ മനസ്ഥിതിക്കാരൻ എന്ന നിലയിലാണ്. വഹബ്നാ ലി ദാവൂദ സുലൈമാൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അവ്വാബ് എന്ന പ്രയോഗമാണ് ഇവിടെ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്നു മൻദൂർ എഴുതിയതായി നമുക്ക് കാണാം. അവ്വാബിന് 7 അർത്ഥങ്ങളുണ്ട്. കാരുണ്യമുള്ളവൻ, പ്രകീർത്തിക്കുന്നവൻ, നിരുപാധികം പശ്ചാത്തപിക്കുന്നവൻ, തെറ്റ് സംഭവിച്ചയുടനെ പശ്ചാത്തപിക്കുന്നവൻ, അനുസരിക്കുന്നവൻ, എല്ലാ സമയത്തും പശ്ചാത്താപ മനസ്സുള്ളവൻ, പാപം ചെയ്താൽ തൻ്റെ റബ്ബിനോട് പാപമോചനം നടത്തുന്നവൻ. ഇസ്തിഗ്ഫാർ എന്നാൽ തൻ്റെ തെറ്റുകൾ ഭൗതിക ലോകത്ത് ആരും അറിയാതിരിക്കാനും പരലോകത്ത് അതിൻ്റെ ശിക്ഷ ലഭിക്കാതിരിക്കാനുമുള്ള അപേക്ഷയാണ്. തൗബ എന്നാൽ പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധവും തെറ്റിൽ നിന്നും പാടെ മാറി നിൽക്കലുമാണ്. തൗബ കർമ്മവും ഇസ്തിഗ്ഫാർ തേട്ടവുമാണ്. തൗബയും ഇസ്തിഗ്ഫാറും രണ്ടും ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്നതാണ്. ലളിതമായി പറഞ്ഞാൽ ഇസ്തിഗ്ഫാർ എന്നത് വാക്കുകളും തൗബ എന്നത് പ്രവൃത്തിയും ആണ്. നാവുകൊണ്ട് പറയലാണ് ഇസ്തിഗ്ഫാർ. എന്നാൽ തൗബ എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രവൃത്തി കൂടിയാണ്. തൗബ സംഭവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ തീർച്ചയായും ഖേദം ഉണ്ടാകണം. മനുഷ്യ മനസ്സിന് തിന്മ പ്രേരിത ഭാവം ഉള്ളതുപോലെ കുറ്റബോധഭാവവുമുണ്ട്. ഒരു തെറ്റു ചെയ്തു കഴിഞ്ഞാൽ മനസ്സിനകത്ത് ഒരു നീറ്റൽ അനുഭവപ്പെടൽ. ഇത് മനസ്സിന്റെ ഒരു സ്വാഭാവിക ഭാവമാണ്. തീർച്ചയായും തുരുമ്പിക്കാത്ത ഹൃദയമുള്ളവർക്ക് നീറ്റൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഷഹ്റു റമളാനിൽ ഒരിക്കൽ കൂടി ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. സ്വർഗവാതിലുകളുടെ താക്കോൽ നമ്മുടെ കൈകളിൽ തന്നെയാണുള്ളത്. ചെകുത്താന്മാർ നമ്മെ വളഞ്ഞിട്ടു പിടിക്കാൻ ചുറ്റിലുമുണ്ട്. ആ വർഗശത്രുക്കളെ കൂട്ടത്തോടെ പിടിച്ച് ചങ്ങലകളിൽ തളച്ച് നിർവീര്യമാക്കി സ്വർഗത്തിന്റെ പൂട്ട് തുറന്ന് അകത്തു കടക്കാൻ ഈ പുണ്യമാസത്തിൽ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നോമ്പിന്റെ ആത്മാവുണരുന്നത്. ചെറുതും വലുതും രഹസ്യവും പരസ്യവും ബോധപൂർവവും അതല്ലാതെയും ചെയ്തുപോയ പാപങ്ങൾ പൊറത്തു തരാൻ ആകാശലോകങ്ങളുടെ നാഥനോട് കരളുരുകി പ്രാർത്ഥിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കാൻ ശ്രമിക്കുക. ഈ വിശിഷ്ട മാസത്തിൽ നാഥൻ അനുഗ്രഹിക്കട്ടെ. റമദാൻ മജ്ലിസ്.